കളം നിറഞ്ഞ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട യോഗക്ഷേമ ഭാരവാഹികളുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തൃശ്ശൂരിൽ നിന്ന് മനോജ്, ഇപ്പോൾ ഇരിങ്ങാലക്കുട യോഗക്ഷേമ ഭാരവാഹികളുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജനസഞ്ചയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ ഉൾപ്പെടെ അണിനിരക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുതലാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാം ദിനമാണ്. രാവിലെ കൂടൽമാണിക്കൽ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം അവിടെ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം കത്തീഡ്രൽ പള്ളി സന്ദർശിച്ചു. അവിടെ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അവിടെ നിന്നും പ്രാതൽ കഴിച്ചുകൊണ്ടാണ് കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിലേക്ക് എത്തിയത്. അവിടെ മറ്റ് മസ്ജിദിലെ എല്ലാവരെയും കണ്ട ശേഷം അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് താൻ വിജയിക്കണമെന്നതിനെ കുറിച്ച് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അദ്ദേഹം ഓരോ കാര്യങ്ങളും, അതായത് തൃശ്ശൂരിന്റെയും ഇരിങ്ങാലക്കുടയിലും ഒക്കെ വികസനത്തെ കുറിച്ചും അവിടെ ചർച്ചയായി. അതിനുശേഷമാണ് ഇപ്പോൾ SNDP യോഗത്തിൽ ഭാരവാഹികളെ കണ്ടതിന് ശേഷം യോഗക്ഷേമ സഭയുടെയും ഈ ഭാരവാഹികളെ കാണുന്നത്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ മുഴുവനായും ഇന്ന് അദ്ദേഹം ഉണ്ടാകും. രാത്രി വരെ തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി ഈ ഒരു പര്യടനം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ വൈകുന്നേരം 5:30 വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു റോഡ് ഷോയുമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്കും വോട്ടഭ്യർത്ഥനമായി പോകുന്ന സമയം അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ വലിയ സന്തോഷത്തിൽ വരവേറ്റുകൊണ്ട് വിജയാശംസകൾ നേരുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതുപോലെ തന്നെയാണ് വന്നിറങ്ങിയ ദിവസം തന്നെ റെയിൽവേ സ്റ്റേഷനകത്തുൾപ്പെടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. പിന്നീട് നടന്ന റോഡ് ഷോയൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ളതായിരുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇനി ഈ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം, എല്ലാ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം ചേർപ്പ് മണ്ഡലത്തിൽ നടന്നതും അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിൽ നടന്നതും ഒക്കെ ആ പ്രചരണത്തിലൊക്കെ നിറയെ, അതായത് ഓരോ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജീവനക്കാരൊക്കെ തന്നെ അദ്ദേഹത്തെ കാണുവാനും ആവശ്യങ്ങൾ പറയുവാനും എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് നമ്മളോട് പ്രതികരിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഈ പ്രചാരണം പുരോഗമിക്കുന്നത്. ഇവിടെ തന്നെ ഓരോ സാമുദായിക സംഘടനകളും അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ ഓരോ സ്ഥാപനങ്ങളിലും റോഡിന് ഇരുവശവുമുള്ള സ്ഥാപനങ്ങളിൽ അദ്ദേഹം കയറി ചെന്നുകൊണ്ട് അവിടെയുള്ള ജീവനക്കാരെയൊക്കെ കാണുന്നുണ്ട്. അവരോടൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു പ്രചാരണം പുരോഗമിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ജനസ്വീകാര്യത തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയധികം സാമ്പത്തിക തട്ടിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് ക്രമക്കേടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെ നമുക്കറിയാം വലിയ തരത്തിൽ സഹകരണ കൊള്ള നടന്ന സ്ഥലം കൂടെയാണ്. ആ സ്ഥലത്ത് നിന്നും ഇന്ന് ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ തന്നെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. അദ്ദേഹം ആ ബാങ്കിൽ നിന്നും നടത്തിയിട്ടുള്ള പദയാത്രയൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. അവിടെയുള്ള സഹകാരികൾക്ക് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി. അത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിൽ തങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ പറ്റുന്ന ഒരു നായകനെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും ലഭിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതിൽ ഓരോ മണ്ഡലത്തിലും അദ്ദേഹം എത്തുമ്പോൾ അവിടെ നിന്നും ഓരോ പ്രദേശത്തെയും ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടുന്നു. അദ്ദേഹത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തുവാൻ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രചാരണം മുന്നോട്ട് പോകുന്ന സമയം മറ്റ് സ്ഥാനാർത്ഥികളെക്കാളൊക്കെ ഒരുപടി മുന്നിൽ തന്നെയാണ്. കോൺഗ്രസിന് ഇതുവരെയും സ്ഥാനാർത്ഥി ആയിട്ടില്ല. അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി ഒരു തവണ മണ്ഡലം ചുറ്റി വന്നെങ്കിലും ഇത്തരത്തിലൊരു പ്രചാരണം, അതായത് ഈ ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രചാരണവും ഇല്ലായിരുന്നു. ഇനിയാണ് NDAയുടെ 3 ദിവസമായിട്ടേ ഉള്ളൂ NDAയുടെ പ്രചാരണം തുടങ്ങിയിട്ട്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ. അതിനു മുമ്പ് തന്നെ ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു പദയാത്രയൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സുരേഷ് ഗോപിയുടേത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നതും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു സിനിമാ ലോകത്തിൽ നിന്നല്ല
അദ്ദേഹം രാഷ്ട്രീയ ലോകത്തു നിന്നും സാധാരണക്കാരായി, അതായത് സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഈ ഒരു നാടിന് ആവശ്യമാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്ന ഒരു വ്യക്തിത്വമാണ്. മനോജ്, തീർച്ചയായും നമുക്കറിയാം കരുവന്നൂരിൽ CPM നടത്തിയ ആ കൊള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി അവിടെ പദയാത്രയുമായി എത്തുന്നത്. സഹകാരികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പദയാത്ര നടത്തുന്നു. അവിടെ സാധാരണക്കാരുൾപ്പെടെയുള്ളവർ ആ പദയാത്രയുടെ ഭാഗമായി മാറുകയും വലിയ വിജയമായി അത് മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസുകൾ എടുക്കാനുള്ള നീക്കം പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് പദയാത്ര നടത്തിയ ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്കും കൂടെയുണ്ടായിരുന്ന BJP നേതാക്കൾക്കുമെതിരെ ഇവിടെയുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ കള്ളക്കേസ് എടുത്തിരുന്നു. അതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഈ സഹകരണക്കൊള്ള നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, അതായത് ഒട്ടുമിക്ക ജനങ്ങളും സുരേഷ് ഗോപിയോടൊപ്പം ആ പദയാത്രയിൽ അണിനിരന്നു എന്ന് വേണം. നമ്മൾ ഇന്നത്തെ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ അതിലൊക്കെ കൂടുതലുമുള്ളത് സഹകാരികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെയാണ്. രാഷ്ട്രീയ ഭേദമന്യുള്ള നിരവധി ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അത് തന്നെയാണ് BJPക്കും അതുപോലെ മറ്റ് സാധാരണക്കാർക്കുമൊക്കെ ആത്മവിശ്വാസം നൽകുന്നതെന്ന്. കാരണം ഇത്രയധികം ജനപിന്തുണയോടുകൂടി ഒരു സ്ഥാനാർത്ഥി ഈ ഇരിങ്ങാലക്കുടയിൽ ഉൾപ്പെടെ ഇപ്പോൾ പര്യടനം നടത്തുന്നു. അതിലൊക്കെ ഈ ജനപിന്തുണ അദ്ദേഹത്തിനെ വിജയത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഇനി പോകുന്ന ഓരോ ദിനങ്ങളിലെയും പ്രചാരണം ഇതിലും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഈ ഒരു റോഡ് ഷോ എല്ലാ മണ്ഡലത്തിലും റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നടന്ന ഓരോ പര്യടനവും ഓരോ സ്ഥാപനങ്ങളിലേക്കും എത്തുമ്പോൾ ഈ ജീവനക്കാരൊക്കെ അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തോട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് എന്തുകൊണ്ട് തൃശ്ശൂരിൽ മാറ്റം വരണം എന്നതിനെ കുറിച്ചെല്ലാം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയോടുകൂടിയുള്ള ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്തുൾപ്പെടെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി എന്നത് മാറ്റമില്ല. അത് തന്നെയാണ് ഓരോ ദിവസവും തുടരുന്നത്. രാജീവ്, പ്രചാരണ രംഗത്ത് ഓരോ ദിവസവും വലിയ മുന്നേറ്റമാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനസഞ്ചയം തന്നെ ഓരോ റോഡ് ഷോയിലും അണിനിരക്കുന്നത് ഇതിന് തെളിവാണ്. ഇപ്പോൾ യോഗക്ഷേമ ഭാരവാഹികളുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് മനോജ് നൽകിയത്.